ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിച്ചൺ ടിപ്സുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെപ്പോഴും നമ്മൾ കുക്കർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പല കാര്യങ്ങൾക്കും കറി വെക്കാനായാലും ചോറ് വെക്കാനായാലും എല്ലാത്തിനും മിക്കപ്പോഴും നമ്മൾ പ്രഷർ കുക്കർ യൂസ് ചെയ്യുക അല്ലേ. എപ്പോഴെങ്കിലും ഒരിക്കൽ ഇതുപോലെ എന്തെങ്കിലും വെച്ച് നമ്മളുടെ ശ്രദ്ധ മാറിപ്പോവോ എടുക്കുകയോ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ കുക്കറിൻ്റെ അടിഭാഗം അങ്ങനെ കരി പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ അത് ക്ലീൻ ചെയ്യാൻ നമ്മൾ ഒരുപാട് പാടുപെടണം. അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാമെന്നാണ് ഞാനൊന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാൽ പോലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം അതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്ന വിം ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു പകുതി വരെ വെള്ളവും വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ഒരു എന്താ പറയുക, ഒരു 2 ടേബിൾ സ്പൂണിന് മേലെ വിനാഗിരിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് അത് ആറാൻ വെക്കുക. അതിന് ശേഷം നമ്മുടെ സാധാരണ സ്റ്റീൽ സ്ക്രബ്ബർ പോലെ നിങ്ങളുടെ കയ്യിലുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഏതാണെന്ന് വെച്ചാൽ വിമ്മാണോ ഏതാണെങ്കിൽ ലിക്വിഡ് ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കിന നമ്മുടെ കുക്കർ സൂപ്പറായിട്ട് തിളങ്ങുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ള കരിയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാകും. എളുപ്പമാണ് ചെയ്യാൻ. വളരെ നീറ്റായിട്ട് നമുക്ക് നമ്മുടെ കുക്കർ ചെയ്തെടുക്കാൻ പറ്റും. ഞാനപ്പോൾ 2 കുക്കർ ഈ തരത്തിൽ ചെയ്തിട്ടുണ്ട്. വേറൊരു ചെറിയ കുക്കറും കൂടി ഉണ്ടായിരുന്നു. ആദ്യം ചെയ്തത് സ്റ്റീൽ കുക്കറും പിന്നെ ഞാൻ ചെയ്തത് അലുമിനിയം കുക്കറുമാണ്. അപ്പോൾ അതിലും ഈ പറഞ്ഞതുപോലെ തന്നെ ലിക്വിഡ് ഒഴിച്ച് കൊടുത്തു. ഒരു പൊക്കത്തോളം ആ കുക്കറിന് നിറയെ തന്നെ ഞാൻ വെള്ളം വെച്ചു. ബേക്കിംഗ് സോഡയും പിന്നെ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതിൽ നിങ്ങളോട് പറയാനുള്ളത്, വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങ യൂസ് ചെയ്താലും മതി, ചെറുനാരങ്ങയുടെ നീര് യൂസ് ചെയ്താലും മതി. അപ്പം ഞാനിവിടെ വിനാഗിരിയാണ് ഒഴിച്ചത്. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായി തിളപ്പിച്ച് ആ വെള്ളം ആറിയതിന് ശേഷം ഞാൻ സ്ക്രബ്ബർ വെച്ച് നന്നായിട്ട് അടിപൊളിയായിട്ട് ഈ കുക്കറും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കിച്ചൺ ടിപ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.